രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൽ ബി.ജെ.പിയുടെ പെട്ടെന്നുള്ള നീക്കം. 3 ബി.ജെ.പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മധ്യപ്രദേശിലെ കോൺഗ്രസിലെ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസ് കോൺഗ്രസിന്റെ പരാതി ഹർജി സുപ്രീം കോടതിയിൽ ഇരിക്കെ നാളെ അത് സംബന്ധിച്ച് വിധി പ്രസ്താവിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു മുൻപേ തന്നെ ഒരു മുഴം മുംബൈ എറിഞ്ഞ് ബി.ജെ.പി ഇത്തരത്തിൽ ഒരു ചടുല നീക്കം നടത്തും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് പോലും വിവരമില്ലായിരുന്നു. ഇതിപ്പോൾ വോട്ട് ചോരിക്ക് ശേഷം സീറ്റ് ചോരിയാണ് ബി.ജെ.പി നടത്തുന്നത് എന്ന് എ.ഐ.സി.സി സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആരോപിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇത്തരത്തിൽ വളരെ ചടുലമായ നീക്കങ്ങളുമായിട്ടാണ് ബി.ജെ.പി രംഗത്ത് വരുന്നത്. രാജ്യസഭയിൽ സമ്പൂർണ്ണ ആധിപത്യം നേടാനുള്ള ബി.ജെ.പിയുടെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മധ്യപ്രദേശിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് വരണാധികാരി കൈമാറുകയും ചെയ്തു. മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കാൻ ഇരിക്കെയാണ് ബി.ജെ.പിയുടെ ഈ അപ്രതീക്ഷിത നീക്കം. ഇതോടെ നാളെ പരിഗണിക്കാൻ ഇരിക്കുന്ന ഹർജി നിലനിൽക്കില്ല എന്നാണ് വിവരം. കൃത്യമായി നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ചടുലമായ നീക്കമാണ് ബി.ജെ.പി മധ്യപ്രദേശിൽ നടത്തുന്നത് എന്നാണ് വാദം. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷിയുടെ പത്രിക തള്ളിയതിനെതിരായ കോൺഗ്രസിന്റെ ഹർജി നാളെ പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി നേരത്തെ അറിയിച്ചിരുന്നു. അതുവരെ ഫലം പ്രഖ്യാപിക്കരുത് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹർജി നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം കോടതി ഉയർത്തി. കോൺഗ്രസ് നൽകിയ നിവേദനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തെലങ്കാനയിലെ ഒരു കോൺഗ്രസ് നേതാവിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ മീനാക്ഷി നടരാജനെയും കക്ഷിയാക്കിയിരുന്നു. കോൺഗ്രസ് നേതാവിനെതിരെ സംസ്ഥാനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മീനാക്ഷി നടരാജൻ നടപടിയെടുത്തില്ല എന്നാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ മീനാക്ഷി നടരാജനെതിരെ നോട്ടീസ് അയച്ചെങ്കിലും കുറ്റം ചുമത്തിയിട്ടില്ല എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ ഇക്കാര്യം രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയത്. അവധിക്കാല ബെഞ്ചിന് മുമ്പാകെ മനു അഭിഷേക് സിംഗ്വി വിഷയം പരാമർശിച്ചു. പത്രിക തള്ളിയതോടെ ഒരേ പാർട്ടിയിലെ 3 പേർ മാത്രമാണ് മത്സരരംഗത്തുള്ളത് എന്നും സിംഗ്വി ചൂണ്ടിക്കാട്ടി. കോടതി നാളെ ഇതിന്റെ തീരുമാനം അറിയിക്കുന്നതുവരെ ഫലം പ്രഖ്യാപിക്കരുത് എന്ന് അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടു. ഹർജി നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം ഈ സമയം ബെഞ്ചിലെ ജസ്റ്റിസ് പി.കെ. മിശ്ര ഉയർത്തി. ഹർജിയിലെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നാളെ പിഴവുകൾ തീർത്ത് ഹർജി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. അതിനു മുന്നോടിയായിട്ടാണ് ബി.ജെ.പിയുടെ ഈ അപ്രതീക്ഷിത നീക്കം. 3 രാജ്യസഭാ സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നു. പക്ഷേ ഇത് നിയമപരമായി നിലനിൽക്കില്ല. ഇത് നിയമത്തിന് വിധേയമായിട്ടല്ല. ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. സുപ്രീം കോടതി ഈ ഹർജി പരിഗണിച്ച് മീനാക്ഷി നടരാജന്റെ പത്രികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതുവരെ ഫലം തടഞ്ഞുവെക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നേരത്തെ തന്നെ കോൺഗ്രസിൽ പല രീതിയിലുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഗുജറാത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു രാജ്യസഭ എം.പി പോലും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യസഭയിൽ ഒരു ദുർബല ശക്തിയായി അല്ലെങ്കിൽ ദൗർബല്യം നിറഞ്ഞ ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെയാണ് ബി.ജെ.പി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, നിയമപരമായ രാഷ്ട്രീയ നീക്കങ്ങളുമായി കോൺഗ്രസിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ സംഭവവികാസങ്ങളായിട്ട് വേണം ഇത്തരത്തിൽ കാണാൻ. ഇത് രാഷ്ട്രീയമാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളും ബി.ജെ.പി ചെയ്യും. ഈ രീതിയിൽ പല നടപടികളും ഉണ്ടാകും. അത് ഭരണം കയ്യിലിരിക്കുന്നതുകൊണ്ട് അവർക്കതൊക്കെ സുഗമമായി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെയും കോൺഗ്രസ് അപ്രസക്തമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും പല നടപടികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലങ്ങളായി.